ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് നാളായില്ലേ ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്തിട്ട്. ഇന്ന് നമുക്ക് ആഫ്രിക്കൻ എലിഫൻറ്റിനെയും ഏഷ്യൻ എലിഫൻറ്റിനെയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഏകദേശം 3.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുന്നേ തന്നെ ആഫ്രിക്കയിൽ ഈ ആനവിഭാഗം ഉണ്ടായിരുന്നു. എന്നാൽ കാലക്രമേണ അതിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഏഷ്യൻ വൻകരയിലേക്ക് വരികയായിരുന്നു. തുടർന്ന് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്കിടയിൽ അവയ്ക്ക് വളരെ പരിണാമം സംഭവിച്ചു. ആ വന്ന പരിണാമമാണ് നോക്കാൻ പോകുന്നത്. ഇതിലിവയുടെ ശക്തിയും ബുദ്ധിയും എല്ലാം ഉൾപ്പെടും. രണ്ടാനകളെയും കണ്ടാൽ ആദ്യം വ്യത്യാസം തോന്നുന്നത് അവയുടെ ചെവിയിലാണ്. ആഫ്രിക്കൻ ആനകൾക്കാണെങ്കിൽ തൻ്റെ ഷോൾഡർ മറയ്ക്കാൻ തക്ക വലിയ ചെവികളാണുള്ളത്. ഏഷ്യൻ ആനകൾക്ക് അതിനേക്കാളും ചെറിയ ചെവികളാണ് ഉണ്ടാവുക. ഇനി ഉയരത്തിൽ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ ആനകൾ ഏകദേശം 3 മീറ്ററിനും താഴെ മാത്രമേ ഉയരമുണ്ടാവുകയുള്ളൂ. എന്നാൽ ആഫ്രിക്കൻ ആനകൾക്ക് 3.5 മുതൽ 4 മീറ്റർ വരെ ഉയരമുണ്ടാകും. ഇനി ഇവയുടെ ശരീരഭാരം നോക്കുകയാണെങ്കിലും ഏഷ്യൻ ആനകൾ ഏകദേശം 6000 കിലോയോളമാണ് ശരീരഭാരം ഉണ്ടാകുക. എന്നാൽ ആഫ്രിക്കൻ ആനകൾ 4000 മുതൽ 8000 കിലോഗ്രാം വരെ ശരീരഭാരം ഉണ്ടാകും. എന്നാൽ അധികം പേരും ആനയുടെ മസ്തകവും തലപ്പൊക്കവുമാണ് നോക്കുക. ആഫ്രിക്കൻ ആനകൾക്ക് ശരീരം വലുതാണെങ്കിലും തല കുറച്ച് താന്നിട്ടായിരിക്കും ഇരിക്കുക. എന്നാൽ ഏഷ്യൻ ആനകൾക്ക് ശരീരത്തിനും ഉയരത്തിലായിരിക്കും അവയുടെ തല. ഇവയുടെ തലയോടുകൾക്കുമുണ്ട് വ്യത്യാസം. ആഫ്രിക്കൻ ആനയുടെ ഒരു കോഴിമുട്ട ആകൃതിയിലാണ് തലയോടുള്ളത്. ഏഷ്യൻ ആനയുടെ തലയാണെങ്കിൽ മുകളിൽ 2 സൈഡും കുറച്ച് ഉയർന്ന രീതിയിലാണ് കാണപ്പെടുക. ഇനി ഏഷ്യൻ ആനകൾക്കാണെങ്കിൽ പെണ്ണാനകൾക്ക് കൊമ്പുകൾ ഉണ്ടാവുകയില്ല. ആഫ്രിക്കൻ ആനകൾക്കാണെങ്കിൽ പെണ്ണാനകൾക്കും കൊമ്പുകൾ ഉണ്ടാകും. അതും ഏഷ്യൻ ആനകളെക്കാളും വലിയ കൊമ്പുകളായിരിക്കും. ഇനി ശക്തിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പൊതുവെ ആഫ്രിക്കൻ ആനകൾക്കാണ് ശക്തി കൂടുതലുണ്ടാവുക. അതിന് പ്രധാന കാരണം അവയുടെ സൈസ് തന്നെയാണ്. വളരെ കൂടുതൽ സ്റ്റാമിനയുള്ള ആനകളാണ് ആഫ്രിക്കൻ ആനകൾ. അതിന് പ്രധാന കാരണം അവയ്ക്ക് ഭക്ഷണം ലഭിക്കുവാൻ വളരെ ദൂരം നടക്കേണ്ടത് അത്യാവശ്യമാണ്. സ്ഥിരമായി ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ ഇവയ്ക്ക് വളരെ കൂടുതൽ ശക്തിയുണ്ട്. ഏഷ്യൻ വൻകരയുടെ ഭൂപ്രകൃതി അനുസരിച്ച് ഏഷ്യൻ ആനകൾക്ക് ഭക്ഷണവും വെള്ളവും ലഭിക്കാൻ അത്ര അധികം റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവയുടെ അഗ്രഷൻ നോക്കുകയാണെങ്കിൽ അതും ആഫ്രിക്കൻ ആനകൾക്കാണ് കുറച്ച് കൂടുതൽ. അതിന് പ്രധാന കാരണം ആനക്കുട്ടികളെ ആക്രമിക്കാൻ വരുന്ന കഴുതപ്പുലിക്കൂട്ടങ്ങൾ മുതൽ സിംഹക്കൂട്ടങ്ങൾ വരെ ഇവയ്ക്ക് ഭീഷണിയാണ്. എന്നാൽ ഏഷ്യൻ ആനകൾക്ക് അങ്ങനെയൊരു വെല്ലുവിളിയില്ല. അതിന് പ്രധാന കാരണം നമ്മുടെ കാടുകളിൽ മൃഗങ്ങൾ കുറവാണെന്നതാണ്. ഇനി ബുദ്ധിയുടെ കാര്യത്തിലാണെങ്കിൽ ഏഷ്യൻ ആനകൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധി എന്നാണ് പറയുന്നത്. അതിന് കാരണമായി പറയുന്നത് ഏഷ്യൻ ആനകൾ മനുഷ്യരുമായി അധികവും ഇണങ്ങിയാണ് ജീവിക്കുന്നത്, അതുകൊണ്ടാണ് എന്നാണ്. എന്തായാലും ഈ കമ്പാരിസനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.